ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ രാവിലെ 7 മണിക്ക് തന്നെ ഞങ്ങളെല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. 7:30 സമയം. അപ്പോൾ ഈ ടൈമിനാണ് നമ്മൾ ഇന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഇന്ന് ഒരുപാട് പണിയുണ്ട് കേട്ടോ. 3 ദിവസം കൊണ്ട് തീർക്കേണ്ട വർക്കാണ്. അപ്പോൾ അതിൽ നമുക്ക് ഒരു ദിവസം ഓൾറെഡി നമ്മളത് ഇന്നലെ കഴിഞ്ഞു, വിരിച്ചുകൊണ്ടിരുന്ന സമയം കഴിഞ്ഞു. ഇന്നിതാ നമ്മൾ ബാക്കിയുള്ളത് കൂടി വിരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള ഏരിയ വിരിക്കാനുള്ള ഒരു ഏരിയ ആണ് നമ്മൾ ഈ കാണുന്നത്. ഇനിയും ഒരുപാട് നമുക്ക് വിരിക്കാനുണ്ട്. 200 കല്ല് ടോട്ടൽ, അതായത് 1400 സ്ക്വയർ ഫീറ്റ് നമുക്ക് വിരിക്കാനുണ്ട്. അപ്പോൾ 4 ദിവസമാണ് നമ്മൾ മുമ്പിലുള്ളത്. 4 ദിവസം കൊണ്ട് നമുക്കത് വിരിച്ച് പോയിന്റ് ചെയ്ത് ഗ്രൗട്ട് ഒഴിച്ച് ഇവിടുന്ന് പോകണം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 12-20 കല്ലോളം കഴിഞ്ഞ ദിവസം നമ്മൾ വിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള കല്ല് വിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് 2ാമത്തെ ദിവസം നമുക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. എന്തായാലും ഇന്ന് നല്ല കാലാവസ്ഥയാണ് കേട്ടോ. മഴയൊക്കെ ഇങ്ങനെ മൂടി നിൽക്കുന്ന ഒരു തരം കാലാവസ്ഥയായിരുന്നു. വെയിലുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ പണിയെടുക്കാൻ നല്ല സുഖമായിരുന്നു. ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ലൈന് വിരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കിങ്ങനെ ഒരു വീഡിയോ എടുക്കാന്നുള്ളൊരു ഇത് വന്നത്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മളൊരു ലൈന് വിരിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാം വാട്ടർ ലെവലെല്ലാം നോക്കി കറക്റ്റ് ചെയ്യും. പല തരത്തിലുള്ള അളവുകളിലുള്ള കല്ലാണ്, അതുകൊണ്ട് തന്നെ ടേപ്പ് ഉപയോഗിച്ച് കറക്റ്റ് അളവ് നോക്കി എല്ലാം സൈസ് അനുസരിച്ചാണ് നമ്മൾ വിരിച്ചു പോകുന്നത്. എല്ലാ സൈറ്റുകളിലും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഈ ഒരു ബാംഗ്ലൂർ സ്റ്റോൺ എന്ന് പറയുന്ന ഈ ഹാഫ് കട്ട് വരുന്ന കല്ലിന് മാത്രമാണ് ഈ ഒരു പ്രശ്നമുള്ളൂ. ബാക്കിയുള്ള കല്ലുകൾക്കൊന്നും അങ്ങനെ അളവ് വ്യത്യാസം മെയിനായിട്ട് വരാറില്ല. അതുകൊണ്ട് അളവ് വ്യത്യാസം വരുന്ന സമയത്ത് നമ്മളിവിടെ 1.2 സെൻറ്റിയാണ് നമ്മൾ അളവിട്ടിട്ടുള്ളത്. അതായത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 1 ഇഞ്ച് കറക്റ്റ് അളവാണ് നമ്മൾ ഗ്യാപ്പ് വിടുന്നത്. അപ്പോൾ ആ ഗ്യാപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ അളവ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കണം. അത് മാത്രമല്ല കേട്ടോ, ഈ കല്ലിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിന് ഭയങ്കര വെയിറ്റാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഏകദേശം 75-80 അടുത്തൊക്കെ തൂക്കം വരുന്ന കല്ലാണ്. ഇത് നമ്മൾ ഒരാൾ എടുത്ത് കൊണ്ടുപോകാന്ന് പറയുന്നത് നിഷ്പ്രയാസമാണ്. എന്നാലും നമ്മളിങ്ങനെ കുത്തിപ്പിടിച്ച് മെല്ലെ കൊണ്ടുപോയി അവിടെ വിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അപ്പോൾ അതെന്തായാലും നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുവരെ എന്തായാലും ഒരു കല്ല് പോലും പൊട്ടാതെ നമുക്ക് കറക്റ്റായിട്ട് വിരിക്കാൻ കഴിഞ്ഞു. ഏകദേശം ഇന്ന് നമ്മൾ വിരിച്ചിട്ടുള്ളത് 100 കല്ലാണ്. അതായത് 1400-ന്റെ നേർപകുതി കല്ല് നമ്മൾ ഇന്ന് വിരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഹാഫ് കട്ടിങ്ങിൽ വരുന്ന കല്ലിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ് കേട്ടോ, ഗ്യാപ്പ് കറക്റ്റായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നൊരു ഇഷ്യൂ. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ബെൻഡായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഗ്യാപ്പ് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ ഓരോ കല്ല് വെച്ച് നോക്കി അത് അളവെടുത്ത് പിന്നെ വേറൊരു കല്ല് വെച്ച് നോക്കി, അങ്ങനെ ഓരോ കല്ലും അളവ് നോക്കിയാണ് നമ്മൾ വെക്കുന്നത്. അളവ് നോക്കിയിട്ടും നമുക്ക് കൺഫ്യൂഷൻ വരുന്ന കല്ലുകളൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്ത് മാറ്റി 2ാമത് വേറെ കല്ല് ഫിക്സ് ചെയ്യാണ് ചെയ്യാം. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൃത്തിയാണ്. നമ്മൾ ഫ്രണ്ട് കാണുന്ന സമയത്ത്, നമ്മൾ വീടിൻ്റെ മുറ്റം കാണുന്ന സമയത്ത് നമുക്ക് എപ്പോഴും വൃത്തിയായിട്ട് കാണണമെങ്കിൽ അത് എപ്പോഴും വൃത്തി തന്നെ ആയിരിക്കണം. അപ്പോൾ ഞാനിത് നോക്കിക്കൊണ്ടിരിക്കുന്നതൊക്കെ അളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അളവ് എങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയുക, എത്രയാണ് നമ്മൾ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്, നമ്മൾ ഓരോ ലൈന് വിരിച്ചു കഴിയുമ്പോഴും ആ ലൈനിൻ്റെ സെക്ഷൻ നോക്കി വാട്ടർ ലെവൽ നോക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ഗേറ്റിൻ്റെ അങ്ങോട്ടേക്കാണ് വെള്ളം, ഈ വീടിൻ്റെ നമുക്ക് ഗേറ്റിൻ്റെ അങ്ങോട്ടേക്കാണ് നമ്മൾ വെള്ളം പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്, വിടാൻ വേണ്ടി ഉദ്ദേശിച്ചുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് കറക്റ്റായിട്ട് വെള്ളം പോകണം, കറക്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്ടർ ലെവൽ നോക്കിയതിന് ശേഷം മാത്രമേ കല്ല് വിരിക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കി
എല്ലാം ലൈനൊക്കെ നോക്കി കറക്റ്റായിട്ട് ചിരട്ടൊക്കെ വലിച്ചതിന് ശേഷമാണ് നമ്മൾ കല്ല് വിരിക്കാൻ തുടങ്ങുക. അപ്പോൾ അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയട്ടെ, അത് ഇത് കുത്തിയിട്ട് പൊക്കിക്കഴിഞ്ഞാൽ അവിടെ ഞെളിഞ്ഞു പോവുകയുള്ളൂ അല്ലേ? അവിടെ കുഴിയായിരിക്കും അല്ലേ? ഏതായാലും പൊക്കണം. അത് പൊളിക്കൂലെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തക്കാലേ കട്ട് ചെയ്തിട്ട് മാറ്റിയാന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് വന്ന് കഴിയുമ്പോൾ എന്താണെന്ന് ചെയ്യട്ടെ. അല്ലെ അടി വെള്ളം പോയിട്ട് കാര്യമില്ല. ഒട്ടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഊരി വെക്കാം. ഒട്ടിച്ചതാ അവിടെ വെച്ച് മുറിച്ചിട്ടെങ്കിൽ വലിച്ചെടുക്കുക, അത്ര തന്നെ. ബാക്കിയുള്ളത് നമ്മളിതാ മൂന്നാമത്തെ ലൈനാണ് കേട്ടോ വിരിക്കാൻ പോകുന്നത്. നാലാമത്തെ ലൈനാണ് നമ്മൾ വിരിക്കാൻ പോകുന്നത്. ഇപ്പോൾ ചിരടൊക്കെ വലിച്ച് നമ്മൾ കെട്ടിയെല്ലാം ലെവലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്ടർ ലെവലും കാര്യങ്ങളൊക്കെ നോക്കിയതാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കല്ല് എടുത്തു കൊണ്ടുവന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധ മാറിപ്പോയി കേട്ടോ. ശ്രദ്ധ മാറിയ സമയത്ത് ആ കല്ലിൻ്റെ സെൻറ്ററിൽ തന്നെ വലിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ ആ കല്ല് എടുത്ത് മാറ്റി. ആ കല്ലാണ് തൊട്ടപ്പുറത്ത് നമ്മൾ വിരിച്ച കല്ലിൻ്റെ പൊക്കത്ത് വെച്ചിട്ടുള്ള കല്ല്. അത് നമ്മൾ എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ രണ്ടാമത് എടുത്തു കൊണ്ടുപോയി വെച്ച കല്ലാണ് കേട്ടോ നമ്മളവിടെ വിരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും വലിയ റിസ്ക് ഉള്ള പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വാട്ടർ ലെവൽ ചെയ്യുക, അതായത് മണ്ണിൻ്റെ പണി. അതാണ് മെയിനായിട്ട് റിസ്ക് ഉള്ള പണി. അത് കൂടാതെ പിന്നീട് റിസ്ക് വരുന്ന പണി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വർക്കാണ് ഏറ്റവും ഹെവി ആയിട്ട് ബുദ്ധിമുട്ടുള്ള വർക്ക്. അതായത് വലിയ സ്റ്റോൺ വരുന്ന സമയത്ത് 60 mm അല്ലെങ്കിൽ 50 mm സ്റ്റോൺ വരുന്ന സമയത്ത് 2.2 വരെയുള്ള സ്റ്റോൺ ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വർക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ ഇത്രയും വലിയൊരു സ്റ്റോൺ നമ്മൾ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക്കുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടാസ്ക് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്നത് നമുക്ക് അത്രയും ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ അത്രയും കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും വർക്കുകൾ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള വീഡിയോ കൂടി കാണാം. ഓരോ സംശയങ്ങൾ നമ്മൾ തീർത്താണ് പോകുന്നത്. എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമ്മൾ അപ്പോൾ സ്പോട്ടിൽ തന്നെ അത് ക്ലിയർ ചെയ്തിട്ടാണ്
നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മാക്സിമം കട്ടിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഗ്യാപ്പിൽ വരുന്ന പീസുകളൊക്കെ കട്ടിങ് കുറയ്ക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വീട് ഇരിക്കുന്ന ഷേപ്പ് കാരണം നമുക്ക് കട്ടിങ് ചെയ്യാതെ മറ്റൊരു മാർഗ്ഗമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കട്ടിങ്ങിനുള്ള സെക്ഷനുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടാണ് ചെയ്യുക. അങ്ങനെ അവസാനം നമ്മൾ മൊത്തം ലാസ്റ്റ് വിരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കട്ടിങ് ചെയ്ത് ഫിറ്റ് ചെയ്യുക. നമുക്ക് വരും വീഡിയോസിലൊക്കെ നമുക്കത് കാണാം. അപ്പോൾ ഇതെന്തായാലും നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അടുത്ത ലൈൻ നമ്മൾ വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ കല്ലൊക്കെ ഇടുന്ന സമയത്ത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വീഴാനും അതുപോലെ തന്നെ അപകടങ്ങൾ ഉണ്ടാകാനൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ വർക്ക് എടുക്കുന്ന ആളുകളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വർക്ക് എടുക്കുന്നവരൊക്കെ സ്വന്തം ശരീരം നന്നായിട്ട് നോക്കി വർക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ ഈ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾ ഒരിക്കലും ഇതുപോലുള്ള വർക്കുകളൊന്നും ചെയ്യാൻ നിൽക്കരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിറ്റ് ആണ്, 75 കിലോ വെയിറ്റുള്ള കല്ലാണ്. എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ കയ്യോ കാലിലൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഞങ്ങൾ തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയിൽ നിന്ന് ലോറിയിൽ നിന്നൊക്കെ ഇറക്കുന്ന സമയത്ത് കൈയൊക്കെ ചിലപ്പോൾ അവിടെയൊക്കെ ഇടിക്കുന്ന സമയത്ത് നല്ല പെയിനായിരിക്കും. പക്ഷേ നമുക്കത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ പെയിനും മാറി നമ്മളത് മറന്നു പോകുമ്പോഴാണ് പിന്നെ ആ വേദനയൊക്കെ നമുക്ക് വിട്ടുപോകുക. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് 4ാമത്തെ ലൈന് വിരിക്കുകയാണ്. നമുക്ക് ഏകദേശം ഒരു 1/4 ഭാഗം വിരിച്ച് തീർത്തിട്ട് വേണം ഇന്ന് പോകാൻ. അപ്പോൾ 100 കല്ലാണ് ഒരു ദിവസത്തെ ടാർഗറ്റ്. 100 കല്ല് ഒരു ദിവസം വിരിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് 3ാമത്തെ ലൈന് 4ാമത്തെ ലൈന് വിരിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. 2 ലൈൻ വിരിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ലൈൻ ഫുള്ളായിട്ട് ഫില്ല് ചെയ്തു. 4ാമത്തെ ലൈന് വിരിക്കുന്നു. ഈ പൈപ്പ് മൂടുന്ന ലെവലാണ് മണ്ണിടുക പ്ലാന്റിങ് വരുന്നത്. ഇതൊന്ന് ചെറുതാൻ വേണ്ടി സ്ലോപ്പ് നിർത്തിയാൽ മതി. ഇതിപ്പോ കല്ല് ഇത് ഒരേ ലെവലാണല്ലേ? ഇനി ഇവിടെ കല്ല് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വന്ന വെള്ളം ഗ്രോട്ട് കൂടി പ്രശ്നമില്ല. ഇപ്പോൾ ഓൾറെഡി നല്ല സ്ലോപ്പുണ്ട്. കണ്ടിട്ട് ഒരു രീതിയിൽ കൂടുതൽ സ്ലോപ്പിട്ട് ഇപ്പോഴുള്ള ലെവലുണ്ടല്ലോ, ഇവിടെ കട്ടിങ് കൊടുക്കുക. ഇവിടെ വരുന്ന വെള്ളം ഉണ്ടല്ലോ, ഈ ഒരു പീസ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കയറി പോവുകയും തള്ളിയിട്ട് കയറിപ്പോ.
അപ്പോൾ ഏകദേശം നമ്മുടെ ടാർഗറ്റ് ഇന്നായിട്ടുണ്ട് കേട്ടോ. ഏകദേശം ടാർഗറ്റ് ആവാനായിട്ടുണ്ട്. എന്നാലും നമുക്ക് ഈ ചുവര് വരെ, ഈ ഭിത്തി വരെ മുട്ടിക്കാന്നുള്ളൊരു തീരുമാനത്തിൽ ഞങ്ങൾ ബാക്കി കൂടി വിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിന്നതാണ് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ടാർഗറ്റ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു 100 കല്ല് അല്ലെങ്കിൽ ഒരു 80 കല്ലൊക്കെ വിരിക്കുമ്പോഴത്തേക്കും ഏകദേശം നമ്മളെ ശരീരമൊക്കെ നന്നായിട്ട് വേദന വന്നു തുടങ്ങും. അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ആക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഏകദേശം ഒരു 4 മണിക്ക് മുമ്പായിട്ട്, ഒരു 3:45 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എന്തായാലും നമ്മൾ വർക്ക് സ്റ്റോപ്പ് ചെയ്യും. കാരണം നല്ല പെയിൻ ആയിരിക്കും കേട്ടോ, നല്ല ബോഡി പെയിൻ ആയിരിക്കും. കൈക്കാണ് കൂടുതൽ വേദന ഉണ്ടാവുക, അതുപോലെ തന്നെ നടുവിനും നല്ല വേദന ആയിരിക്കും. പിന്നെ നമ്മളൊന്ന് വീട്ടിലെത്തി കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷമായിരിക്കും കേട്ടോ ഈ വേദനയൊക്കെ മാറാം. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ആ ലൈനിൽ നിന്നിട്ട് ഇങ്ങോട്ടേക്ക് നമ്മൾ ചിരട് വലിച്ചിട്ട് അടുത്ത കല്ല് വിരിക്കാനുള്ള അളവിൽ ചിരട് അടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് 2 അടി കല്ലിൻ്റെ അളവും വിട്ട് നമ്മൾ 64 സെൻറ്റിയിലാണ് നമ്മൾ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം കല്ല് വിരിക്കുക. അപ്പോൾ ആ ഗ്യാപ്പ് ഞാൻ അളവെടുത്ത് അതിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വേറൊരാളെ കൊണ്ട് ചെയ്യിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ തന്നെ, അതായത് ഇപ്പോൾ ഒന്നല്ലെങ്കിൽ എൻ്റെ ആൾ, അതായത് എൻ്റെ പണിക്കാരനായിട്ടുള്ള മഹേഷ് എന്ന് പറഞ്ഞിട്ടുള്ള അവനാണ് മെയിനായിട്ടുള്ള മേസ്തിരി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൈപ്പണിക്കാരായിട്ടാണ് പോകുന്നത്. കൈപ്പണിക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി സൈറ്റ് വർക്ക് നോക്കുക, അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുക. അപ്പോൾ വെറുതെ ഒരു 1000 രൂപ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വർക്ക് കൂടി ചെയ്യുന്നത്. അപ്പോൾ സൈറ്റ് നോക്കുന്ന ഒരു ചാർജും പിന്നെ 1000 രൂപേൻ്റെ കൂലിയായിട്ടാണ് എനിക്ക് കിട്ടുക. പിന്നെ ഞാനും കൂടി നിന്ന് ചെയ്യുന്ന സമയത്ത് നമ്മളെ സൈറ്റിനോട് നമുക്കൊരു ആത്മാർത്ഥത കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നല്ല രീതിയിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ വൃത്തിക്ക് തന്നെ ചെയ്യാൻ നോക്കും. മറ്റേ നമ്മളൊരു വർക്കർ മാത്രം വെച്ച് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കരാറാണ്, സ്ക്വയർ ഫീറ്റാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ആയിരിക്കും ചെയ്യുക. ഇതാകുമ്പോൾ നമ്മൾ അവരുടെ ഇഷ്ടം നോക്കൂല, നമ്മളെ ഇഷ്ടം കൂടി പറഞ്ഞ് അവരത് മനസ്സിലാക്കി തിരുത്തി, ഇപ്പം എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് അപ്പം തന്നെ തിരുത്തി കൊടുത്ത് അത് രണ്ടാമത് ചെയ്യിക്കുകയാണ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഗൈസ്, അപ്പോൾ ഈ ഒരു 3 ലൈൻ കൂടി നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇവിടുത്തെ വർക്ക് കഴിയുന്നത് വരെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ അടുത്ത ഏതെങ്കിലും സൈറ്റുകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലൊക്കെ വീഡിയോകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം. നമ്മൾ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസൊക്കെ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ആവശ്യമുള്ള ആളുകളൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്യുക. ഇന്നിപ്പോൾ കോഴിക്കോട് നിന്നൊരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. 1800 സ്ക്വയർ ഫീറ്റാണ് അവർക്ക് വീട് ചെയ്യാനുള്ളത്. അവർക്ക് സ്റ്റോണാണ് വേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെന്തായാലും അടുത്തൊരു ദിവസം കോഴിക്കോട് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പറും അതുപോലെ തന്നെ എന്നെ കോൺടാക്ട് ചെയ്താൽ കിട്ടുന്ന നമ്പറാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, സംസം എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര്, സംസം എക്സ്റ്റീരിയൽസ് എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര്. അപ്പോൾ ആ പേജൊക്കെ ഫോളോ ചെയ്യാം. അതിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ കാണാം, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മളെ വീഡിയോ കാണുന്നുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ മിന്നും മോനും നാട്ടിലാണ്, അവർ വരാനായിട്ടില്ല, കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വർക്കിനിടയ്ക്കുള്ള വീഡിയോ ആയതുകൊണ്ടാണ് ഇതിലൊന്നും സംസാരിക്കാത്തത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഷോർട്ട് ബ്രേക്ക്. ബൈ ബൈ. അസ്സലാമു അലൈക്കും.